ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം നമ്മുടെ പി എസ് സിയുടെ കുറേയധികം നോട്ടിഫിക്കേഷൻസ് വന്നു അല്ലെ. ഡിഗ്രി ലെവലും 10th ലെവലും അതുപോലെ തന്നെ 12th ലെവലും ഒക്കെ ആയിട്ട് കുറേയധികം പരീക്ഷകളും നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് എക്സാമിനേഷൻസിന്റെ ഡേറ്റ്സും നമുക്കറിയാം. ഒരു മെയ് മുതൽ ജൂലൈക്കിടയിലായിരിക്കും പരീക്ഷ എന്നും ഒക്കെ നമുക്കറിയാം. നമ്മളൊക്കെ ശക്തമായ നമ്മളുടെ തയ്യാറെടുപ്പിലുമാണ് അല്ലെ. അപ്പൊ സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡി എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അതായത് പഠനം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. എങ്ങനെ പഠിച്ചു തുടങ്ങും, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് നമ്മുടെ ഒരു വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അപ്പൊ ഞാൻ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു 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 പ്ലോട്ട് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ പഠിക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ്ടാവണം, കറക്റ്റായ ഒരു ധാരണ ഉണ്ടാകണം. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുമ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് അറിയാനായിട്ട് കുറേ അധികം മാർഗങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഏറ്റവും അധികം നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. PYQs എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻകാല ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയാണ് വന്നിട്ടുള്ളത്, മുൻകാല ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഓരോ വിഷയത്തെയും ഓരോ വർഷം കഴിയും തോറും എങ്ങനെയായിരുന്നു വിലയിരുത്തപ്പെട്ടത്, അല്ലെങ്കിൽ ചോദ്യം എങ്ങനെയാണ് വന്നിരുന്നത്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നും മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിയണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഗെയിമിംഗ് പാറ്റേണിലേക്കായിരിക്കണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs നോക്കേണ്ടത്. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഞാൻ 12th 10th ലെവലുകൾ നോക്കണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഫോണിനകത്തൊരു ഗെയിം കളിക്കുകയാണ്. ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈസി മോഡുണ്ട് അല്ലേ, മീഡിയം മോഡുണ്ട്, അതേപോലെ തന്നെ ടഫ് മോഡും ഉണ്ട് അല്ലേ. 3 മോഡ്സിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളൊരു ഗെയിം കളിക്കുക. ആക്ച്വലി നിങ്ങളും ഇനിയിപ്പോൾ ഒരു അടുത്ത് വരാൻ പോകുന്ന ഒരു 3-4 മാസം ഒരു ഗെയിമിൽ തന്നെയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ഗെയിം പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഈസി മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും അല്ലേ, ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് അത് ജയിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ ഈസി മോഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ഈസി എന്നുള്ള ഒരു നിലയിലേക്ക് വരുമ്പോൾ നമുക്കൊരു 10th ലെവൽ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായി, എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടിടത്തെയും സിലബസ് ഏകദേശം ഒന്നാണ്. ഇപ്പോൾ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ മധ്യകാല ഇന്ത്യ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ വരുന്നു എന്നല്ലാതെ ബാക്കിയുള്ള ഫാക്ട്സ് എപ്പോഴും ഒന്നാണ്. അപ്പോൾ ഒരു 10th ലെവൽ എന്ന് പറയുമ്പോൾ ആ PYQന്റെ ഒരു പ്രത്യേകത എന്താണ്, അതൊരു ഈസി മോഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മീഡിയം ലെവലാണ് അല്ലെ. മീഡിയം ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 12th ലെവൽ വരെയുള്ള എക്സാമുകൾ, 12th ലെവൽ എക്സാമുകളുടെ ചോദ്യ പേപ്പറുകൾ, അതൊരു കുറച്ചുകൂടി 10th ലെവൽ ആണോ എന്ന് ചോദിച്ചാൽ അത്രയും അല്ല, എന്നാൽ 10th ലെവലിനേക്കാൾ ലെവൽ കൂടിയതും ഡിഗ്രിയുടെ അത്രയും എത്താത്തതുമായ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും നമുക്ക് 12th ലെവലിൽ കിട്ടുക അല്ലെ. അപ്പോൾ ഈസി മോഡ് കഴിഞ്ഞാൽ നമുക്കൊരു 12th ലെവൽ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്നെ കൊണ്ട് അറിയുന്നതാണോ, ഏതൊക്കെ മേഖലകളാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ ഈസി മോഡും അതേപോലെ തന്നെ ഈ മീഡിയം മോഡും ഒക്കെ കഴിയുന്നവർക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹയർ മോഡ് അല്ലെങ്കിൽ ടഫ് മോഡിലേക്ക് നമുക്ക് പോകുന്നത്. അതായിരിക്കണം നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മുടെ ടഫ് മോഡ് എന്ന് പറയുന്ന നമ്മുടെ ഹൈ എൻഡ് പ്ലേ എന്ന് നമ്മൾ പറയും അല്ലെ, ടഫ് പ്ലേ അല്ലെ. ടഫ് റേഞ്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 3 ചോദ്യങ്ങൾ വിലയിരുത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായും ചോദ്യങ്ങളുടെ കുറിച്ചൊരു ധാരണ ഉണ്ടാകും. അതായത് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഞാൻ ഏത് ആഴത്തിലേക്ക് വരണം, എത്ര ഹാർഡ് വർക്ക് ചെയ്താലാണ് എനിക്ക് ഈ പറയുന്ന ഈസി മോഡും മീഡിയം മോഡിനേക്കാളും എത്ര എഫേർട്ട് എടുത്താലാണ് എനിക്ക് ഈ ഒരു എക്സാമിനേഷനിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉറപ്പായും മുൻകാല ചോദ്യങ്ങൾ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ ഒരു പാറ്റേണിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നോക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം കംഫർട്ടബിൾ ലേണിംഗ് ആണ്. കംഫർട്ടബിൾ ലേണിംഗിന്റെ ഒരു നല്ല ടെക്നിക്കാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈസി മോഡിനായിട്ട് ഒരു 10th ലെവൽ ചോദ്യങ്ങൾ വെറുതെ നോക്കുക. നിങ്ങൾക്ക് ആ ഒരു മോഡ് വരണമെന്നല്ല, പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഹയർ മോഡിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് 10th ലെവൽ ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ 12th ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹാർഡർ ആണ്, എന്നാൽ ഡിഗ്രി പോലെ ഭയങ്കര ഹാർഡർ എക്സാമും അല്ല. പക്ഷെ ആ ഒരു ഇതിലേക്ക് അപ്പോൾ 10th 12th ഏകദേശം ഒരു ഈസി ഒരു ഹയർ ഈസി ഒരു മെത്തേഡിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്.
രണ്ടാമത്, നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളുടെ സബ് ടോപ്പിക്കുകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ 1857 കലാപത്തെ കുറിച്ചാണ് നിങ്ങൾ സപ്പോസ് പഠിക്കുന്നതെന്ന് വെക്കൂ. 1857 കലാപമാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ മേഖലകളിലൂടെ ഞാൻ കൃത്യമായി കടന്നു പോകണം, ഞാൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് തയ്യാറെടുക്കുന്നതെങ്കിൽ ഏതൊക്കെ മോഡിലൂടെയാണ് ഞാൻ കടന്നു പോകണം, ഏതൊക്കെ പോർഷനിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടതെന്നുള്ളൊരു ധാരണ വേണം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറയാം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അല്ലെ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ വന്നാൽ നമുക്ക് കൃത്യമായൊരു മാപ്പ് സ്റ്റഡിയിലൂടെ ഇത് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറെ കാര്യമുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം ജോൺ കമ്പനി എന്നായിരുന്നു. ഈ ജോൺ കമ്പനി അന്നത്തെ ബ്രിട്ടനിലെ റാണിയായിരുന്ന എലിസബത്ത് രാജ്ഞിയെ സന്ദർശിക്കുകയും അവരുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുമായിട്ടൊരു വ്യാവസായിക അനുമതിക്കായി ഒരു റോയൽ ചാർട്ടർ റാണി പുറത്തിറക്കി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു സംഘം വ്യാപാരികളെ ഇന്ത്യയിലേക്ക് വിട്ടു. അവരെ ഒരു കപ്പലിനകത്താണ് അവർ വരുന്നത്. ആ കപ്പലിന്റെ പേര് ഇന്നതായിരുന്നു, അല്ലെ? ഹെക്ടർ എന്നായിരുന്നു കപ്പലിന്റെ പേര്. അവരങ്ങനെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ആ സമയത്തെ പ്രബല നാട്ടുരാജ്യമായിരുന്ന മുഗൾ സാമ്രാജ്യവുമായിട്ട് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു, അല്ലെ? ഏറ്റവും അവസാനം ഈ മുഗൾ സാമ്രാജ്യത്തിൽ തന്നെ സാമ്രാജ്യത്തിൽ തന്നെ ജഹാംഗീർ എന്ന് പറയുന്ന ഭരണാധികാരി അവർക്ക് സൂറത്തിൽ ഒരു ഫാക്ടറി അനുമതി നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെയാണ് ഓരോ സ്റ്റെപ്പിലേക്കും വരുന്നത്, അല്ലെ? അപ്പോ ഈ ഒരു പാറ്റേണിനെ നിങ്ങൾ കുറച്ച് മാപ്പിങ്ങിലൂടെ പഠിച്ചു വെക്കുന്നത്, അതായത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളുകളിൽ ഒരു ഈസി മോഡിനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് വളരെ നല്ലത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ജോൺ കമ്പനി എന്ന് പറയുന്ന ഒരു, അല്ലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം ജോൺ കമ്പനി എന്നായിരുന്നു. ഈ ജോൺ കമ്പനിയിലെ ഉദ്യോഗസ്ഥര് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ക്വീൻ എലിസബത്തിനെ സന്ദർശിക്കുന്നു, അല്ലെ? ക്വീൻ എലിസബത്തിനെ സന്ദർശിക്കുന്നു. അങ്ങനെ ക്വീൻ എലിസബത്തുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് എലിസബത്ത് രാജ്ഞി ഈ വ്യാവസായിക സംഘത്തിന് ഇന്ത്യയിലേക്ക് വ്യാപാരം ചെയ്യാനായ ഒരു അനുമതി രേഖ എന്ന നിലയിൽ റോയൽ ചാർട്ടർ പുറത്തിറക്കുന്നു, അല്ലെ? റോയൽ ചാർട്ടർ എന്ന അനുമതി രേഖ പുറത്തിറക്കുന്നു. ഈ റോയൽ ചാർട്ടർ എന്ന അനുമതി രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ആൾക്കാർ എങ്ങനെ ഹെക്ടർ എന്ന കപ്പലിൽ ഇന്ത്യയിലെത്തുന്നു, അല്ലെ? ഹെക്ടർ എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ കയറി എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് എത്തുന്നു. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലെത്തിയ ഈ പറയുന്ന ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ അവരുടെ വ്യാവസായിക നീക്കങ്ങൾക്കായിട്ട് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് അന്നത്തെ മുഗൾ റൂളറായിരുന്ന ജഹാംഗീറിനെ സന്ദർശിക്കുന്നു. ആ സന്ദർശിച്ച ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, ആ ഉദ്യോഗസ്ഥനെ സന്ദർശിക്കുന്നു. അങ്ങനെ ആ ജഹാംഗീർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സൂറത്തിൽ ഫസ്റ്റ് ഫാക്ടറി, അല്ലെ, ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി എന്ന് പറയുന്നത്, ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി എവിടെ തുടങ്ങാനായിട്ട്? ഫസ്റ്റ് ബ്രിട്ടീഷ് ഫാക്ടറി സൂറത്തിൽ തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഷോർട്ട് നോട്ട് മേക്കിങ്സ്, അതായത് നിങ്ങളുടെ ടേബിളിന്റെ മുകളിൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചാൽ ഞാൻ ഏതൊക്കെ മേഖലകളിലൂടെ പോകണമെന്ന ഒരു ധാരണ ഉണ്ടാക്കി പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ബേസിക് ആണ്, പക്ഷെ നമുക്ക് നന്നായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സോളിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇനി ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു, അല്ലെ? ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറൈവൽ ഓഫ് ബ്രിട്ടീഷ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യയിൽ നടക്കുന്നത് രണ്ട് രീതിയിൽ അവരവരുടെ സാമ്രാജ്യത്വ നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. രണ്ട് രീതിയിലാണ് പ്രധാനമായും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം, ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് ഒന്നെന്ന് പറയുന്നത് യുദ്ധങ്ങൾ വഴിയായിരുന്നു. ഒന്നെന്ന് പറയുന്നത് എന്താണ്? യുദ്ധങ്ങൾ വഴി. ഇന്ത്യയിൽ നിരവധി യുദ്ധങ്ങൾ നടത്തി, അല്ലെ? നമ്മുടെ നാട്ടുരാജ്യങ്ങളുമായിട്ടൊക്കെ കുറേയധികം യുദ്ധങ്ങൾ നടത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ അവർ കുറേയധികം മേഖലകൾ പിടിച്ചെടുത്തത്. മറ്റു ചിലതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണ്. നിയമങ്ങൾ വഴി ഇന്ത്യയിലെ ചില മേഖലകൾ ബ്രിട്ടൻ പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദാഹരണത്തിന് നോക്കിയാൽ യുദ്ധങ്ങളിൽ ഏറ്റവും മേജറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് യുദ്ധങ്ങളാണ്. ഒന്ന് പ്ലാസി, അല്ലെ? ഒന്ന് പ്ലാസി. മറ്റൊന്ന് ബക്സർ കലാപം, അല്ലെ? പ്ലാസി ബക്സർ കലാപം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലാസി ബക്സർ കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, അല്ലെ? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ആംഗ്ലോ മറാത്ത വാർ, അല്ലെ? ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ നിയമനിർമ്മാണങ്ങൾ വഴി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് പ്ലോട്ട് നിങ്ങൾ നോക്കിയാലും
നിങ്ങൾ നോക്കിക്കേ, ഈ പറയുന്ന ഏത് പ്ലോട്ട് നിങ്ങൾ നോക്കിയാലും നോക്കൂ, ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഈ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റിൽ രണ്ട് രീതിയിൽ അതിൻ്റെ പിടിച്ചടക്കൽ നയം നടന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഒന്ന് യുദ്ധങ്ങൾ വഴിയായിരുന്നു, മറ്റൊന്ന് നിയമങ്ങൾ വഴിയായിരുന്നു, അല്ലേ? ഈ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മേജറായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട യുദ്ധങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും മേജറായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കുറേ യുദ്ധങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഏറ്റവും മേജറായിട്ട് ഓർത്തു വെക്കുന്നത് ഒന്ന് പ്ലാസി ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? അതേപോലെ ബക്സർ വാർ ആണെന്ന് പറഞ്ഞു, പ്ലാസി ബക്സർ കലാപങ്ങൾ. അതേ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആംഗ്ലോ മൈസൂർ കലാപങ്ങൾ, അല്ലെ? ആംഗ്ലോ മൈസൂർ കലാപങ്ങൾ. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആംഗ്ലോ മറാത്ത കലാപങ്ങൾ, അല്ലെ? ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ് ഇതെല്ലാം, ആണല്ലോ. അതേപോലെ ഇപ്പൊ നിയമങ്ങളിലേക്ക് വന്നാൽ ഇത് കൂടാതെ ഉണ്ട് സിഖ് വാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിയമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിയമനിർമ്മാണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ടെണ്ണം. ഒന്ന് സബ്സിഡറി അലയൻസ് ആണ്, അഥവാ സൈനിക സഹായ വ്യവസ്ഥ. മറ്റൊന്ന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആണല്ലോ, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായും യുദ്ധങ്ങൾ വഴിയും അതേപോലെ തന്നെ നിയമനിർമ്മാണങ്ങൾ വഴിയുമാണ് നടന്നത്. പ്ലാസി ബക്സർ യുദ്ധം എടുത്താൽ ഇന്ത്യയിലെ ബംഗാൾ മേഖല ബ്രിട്ടൻ കീഴടക്കിയ യുദ്ധങ്ങളാണ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലേക്ക് വന്നാൽ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ പലതും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലബാർ, അല്ലെ? മലബാർ, കൂർഗ്, ബാരമഹൽ, ഡിണ്ടുഗൽ. എന്തിനു പറയണം, അവസാനം ടിപ്പുവിനെ വധിച്ച് മൈസൂരിന്റെ തന്നെ ഒരു വലിയ ആധിപത്യം തന്നെ ബ്രിട്ടന് ലഭിക്കുന്നുണ്ട് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ. ആംഗ്ലോ മറാത്ത വാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഇന്ത്യയിലെ വളരെ പ്രബലമായ നാട്ടുരാജ്യമായിരുന്നു മറാത്തയെ 3 മറാത്ത യുദ്ധങ്ങളിലൂടെ ബ്രിട്ടൻ പൂർണ്ണമായും കീഴടക്കുന്നുണ്ട്. സബ്സിഡറി അലയൻസിലേക്ക് വന്നാൽ നിരവധി നാട്ടുരാജ്യങ്ങളുണ്ട്. അതിനകത്ത് ഇൻഡോർ, തഞ്ചാവൂർ, ഹൈദരാബാദ്, അല്ലെ? ഇങ്ങനെയുള്ള കുറേ അധികം നാട്ടുരാജ്യങ്ങൾ ഈ പറയുന്ന സബ്സിഡറി അലയൻസ് പ്രകാരം. ഇത് മാത്രമല്ല എക്സെട്ര. ഓക്കെ, ഇനി ഡോക്ട്രിൻ ഓഫ് ലാപ്സിലേക്ക് വന്നാൽ നമുക്കറിയാം സത്താറ, ഝാൻസി, സംബൽപൂർ, ഉദയ്പൂർ, ജയ്പൂർ, ഇങ്ങനെ കുറേ അധികം നാട്ടുരാജ്യങ്ങൾ ഏതാണ് ഈ പറയുന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമത്തിലൂടെയാണ് കൊണ്ടുവന്നത്. ഇത്തരം രീതികളിലെ ഈ പറയുന്ന പ്ലാനുകൾ മേക്ക് ചെയ്യുക, ടോപ്പിക് പ്ലാനുകൾ മേക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ ഇത് മാത്രം പഠിക്കണമെന്നല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മളുടെ ടേബിളിന്റെ മുകളിൽ ഇത്തരം പ്ലാനുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, ടോപ്പിക് പ്ലാൻ എന്ന് നമുക്കിതിനെ പറയാം. ഈ ടോപ്പിക് പ്ലാനുകൾ ഈ രീതിയിൽ ചാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് കാണുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള വേഗത കൂട്ടാൻ പറ്റും. അത് വളരെയധികം നമ്മളെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, വളരെ നല്ലൊരു കാര്യമാണ് എന്ത് ചെയ്യുക, ഇതുപോലെ പ്ലോട്ട് മാപ്പ് ചെയ്ത് പഠിക്കുക. നമ്മളിപ്പോൾ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് അറിയാം, നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കർണാട്ടിക് വാറൊക്കെ പഠിക്കുമ്പോഴും, അല്ലെ, ആംഗ്ലോ കർണാട്ടിക് വാർസ് നമ്മൾ പഠിക്കാറുണ്ട്. ഇന്ത്യയിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ കർണാട്ടിക് യുദ്ധങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് തന്നെ കൃത്യമായി എന്താണ്, ഇതുപോലെയുള്ള പ്ലാനുകളിലൂടെയാണ്. സ്റ്റഡി പ്ലാൻസ് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക് പ്ലാനുകളും മേക്ക് ചെയ്യേണ്ടത്. ഇത്തരം ടോപ്പിക് പ്ലാനുകൾ മേക്ക് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ, ഒന്ന് ഓർത്തിരിക്കാൻ വളരെ നല്ല മെത്തേഡാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ ഈ പറയും പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉദാഹരണം പറയാം. കുറെ വർഷങ്ങൾ, വേദികൾ, അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ശരിക്കും വരുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത് 1885 ആണല്ലോ. 1885 ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. ഒന്നുകൂടി എഴുതാം, 1885 ആദ്യ സമ്മേളനം നടക്കുന്നത്. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലായിരുന്നുവെന്നും അതിന്റെ അധ്യക്ഷനായി വന്നത് WC ബാനർജി ആണെന്നും അറിയാത്തതായിട്ട് ആരുണ്ടാവില്ല, അല്ലെ? എല്ലാവർക്കും അറിയാവുന്നതാണ്. 1885 അധ്യക്ഷനായി വരുന്നത് WC ബാനർജി ആണെന്ന്. അത് കഴിഞ്ഞാൽ 1886 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ INCയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ദാദാഭായ് നവറോജിയാണ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ പാഴ്സി വംശജനായ വ്യക്തിയാണ് ആര്, ദാദാഭായ് നവറോജി എന്നതാണ് നമുക്കതിൽ അറിയാവുന്ന ഒരു പ്രാഥമികമായ വിവരം. അത് കഴിഞ്ഞാൽ 3 തവണ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തിയും ഏറ്റവും ഉയർന്ന പ്രായത്തിൽ INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയും ഒക്കെയാണ് ആര്, നമ്മുടെ ദാദാഭായ് നവറോജി. അപ്പോൾ ആദ്യത്തെ പാഴ്സി വംശജൻ പ്രസിഡന്റായ സമ്മേളനം പാഴ്സി 1. അത് കഴിഞ്ഞ് 1887 വന്നു കഴിഞ്ഞാൽ
ആദ്യത്തത് ബോംബെ, രണ്ടാമത്തത് കൽക്കട്ട, മൂന്നാമത്തത് വരുന്നത് മദ്രാസിലാണ്. ബദറുദ്ദീൻ ത്യാബ്ജി അധ്യക്ഷനായ മദ്രാസ് സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന, സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ INC സമ്മേളനം 87 നടക്കുന്നത്. 88 വന്നു കഴിഞ്ഞാൽ INCയിൽ ആദ്യമായിട്ടൊരു വിദേശി സാന്നിധ്യം, അധ്യക്ഷ സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു വിദേശി ജോർജ് യൂൾ വന്നു. അപ്പോൾ ഫസ്റ്റ് ഫോറിനർ വരുന്നത് 1888 അല്ലെ. അതാരായിരുന്നു? നമ്മളുടെ ഈ പറയുന്ന ജോർജ് യൂൾ ആയിരുന്നു അല്ലെ. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 88 കഴിഞ്ഞ് ഇനി 1889 വന്നു. ആരായിരുന്നു? വില്യം വെഡർബേൺ ആയിരുന്നു അധ്യക്ഷനായി വരുന്നത്. വില്യം വെഡർബേൺ ആയിരുന്നു. അതായത് രണ്ടാമത്തെ വിദേശിയായി വരുന്ന, INCയുടെ പ്രസിഡന്റായി വരുന്ന രണ്ടാമത്തെ വിദേശിയാണ് ആര്? വില്യം വെഡർബേൺ. അപ്പൊ രണ്ടാമതൊരു വിദേശി വരുന്നത് 89. 1890 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ കൊൽക്കത്ത സമ്മേളനം അവിടെ വരുന്നത്. അപ്പൊ നമുക്കറിയാം ഫിറോസ് ഷാ മേത്തയുടെ പ്രത്യേകത രണ്ടാമത് ഒരു പാഴ്സി അല്ലെ. INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ പാഴ്സി വംശജനായിരുന്നു ആര്? ഫിറോസ് ഷാ മേത്ത എന്നുള്ളത്. 1891 വന്നു കഴിഞ്ഞാൽ നാഗ്പൂരിൽ അനന്തചാർലു അധ്യക്ഷനായ സമ്മേളനം, നാഗ്പൂർ സമ്മേളനമാണ് 91 വരുന്നത്. എന്താ അനന്തചാർലുവിന്റെ പ്രത്യേകത? ദക്ഷിണേന്ത്യക്കാരനായ, അതായത് ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് INC ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് INC എന്നത് നമുക്ക് ഇവിടെ കിട്ടും. ഫസ്റ്റ് സൗത്ത് ഇന്ത്യൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്കിവിടെ കിട്ടും. ഇനി 1892 വന്നാൽ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ സ്വന്തം WC ബാനർജിയുടെ രണ്ടാമത്തെ സമ്മേളനത്തിലേക്ക് നമ്മൾ വരും. നിങ്ങൾ ഇതിന്റെ ഒരു ഓർഡർ പരിശോധിച്ചാൽ ഓക്കെ, 1, 2, 3, 4 അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5, 6, 7, 8 ആദ്യകാല 8 സമ്മേളനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കി, WC ബാനർജി പാഴ്സി, സൗത്ത് ഇന്ത്യ വിദേശി, ഫോറിനർ അല്ലെ. ഇനി നോക്കി, നേരെ തിരിച്ച് ഫോറിനർ പാഴ്സി, സൗത്ത് ഇന്ത്യ WC ബാനർജി. നിങ്ങൾ ഇതിന്റെ ഓർഡർ നോക്കിയാൽ വീണ്ടും ഒരു ആവർത്തനം നമുക്ക് അല്ലെ, ഒരു തിരിച്ചൊരു റിവേഴ്സ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും അത് ഒരു റിവേഴ്സ് ഓർഡറിലായിട്ട് നമുക്ക് കിടക്കുന്നതാണ്. INCയുടെ ആദ്യത്തെ 8 സമ്മേളനങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. വളരെ ഈസി ആയിട്ട് ഇത്തരം ടെക്നിക്കുകളിലൂടെ, ഇത്തരം പ്ലോട്ട് മാപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് INC എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. ഇതുപോലുള്ള ഷോർട്ട് കട്ട്സുകൾ ഉപയോഗിച്ച് പഠിക്കണമെന്നല്ല, വളരെ ആഴത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഇത്തരം ടോപ്പിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് വളരെ നല്ല ടെക്നിക്കാണ്. അപ്പൊ നിങ്ങളുടെ ടേബിളിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ആഴത്തിലേക്കുള്ള നിങ്ങളുടെ പഠനത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു റിവിഷൻ പോലെ ഈ മാപ്പുകൾ നമ്മളുടെ മനസ്സിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. കാരണം ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ എളുപ്പം പതിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു പഠനം ഹിസ്റ്ററിക്ക് കൊണ്ടുവന്നാൽ വർഷങ്ങളടക്കം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേദികൾ പഠിക്കാനായിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്, ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ടൊരു ടെക്നിക്ക് ഉണ്ട്. ഇത്തരം രീതിയിലുള്ള അതായത് പ്ലോട്ട് മാപ്പ് പഠനങ്ങൾ നടത്തുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക്കിൽ പഠിച്ചു തീർന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്തടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് പണ്ട് പഠിച്ചൊരു ടോപ്പിക്കിലേക്ക് ഒന്നൊന്ന് എത്തി നോക്കാൻ വേണ്ടി ഇത്തരം ടോപ്പിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പഠനം എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ടെക്നിക്കാണ്. യൂസ്ഫുൾ ആകുന്നവർ തീർച്ചയായും എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ഓരോ ടോപ്പിക്കാണ്, ഇപ്പോൾ 8057 ആണെങ്കിലും അതിനകത്ത് എത്ര സബ് ടോപ്പിക്കുകളുണ്ട്, 1857 വിപ്ലവത്തിൽ എത്ര, 1, 2, 3, 4, 5, 6 ഇങ്ങനെ പദസൂര്യൻ പോലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഡിവൈഡ് ചെയ്ത് വെക്കുക. അതിൽ നിന്നും കിട്ടാവുന്നത്രയും കാര്യങ്ങൾ പഠിക്കുക, നന്നായി വായിച്ച് പഠിക്കുക. നമുക്ക് തരുന്ന കുറേയധികം സോളിഡ് പുസ്തകങ്ങളുണ്ട്. അത്തരം പുസ്തകങ്ങളിലൂടെ പഠിച്ച് നന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഇത്തവണ നിങ്ങൾക്കൊരു നല്ല ജോലി ഈ വർഷം തന്നെ സ്വന്തമാക്കാനായി സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ടോപ്പിക് മാപ്പുകൾ ഉണ്ടാക്കാനായി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേണിംഗ് ടെക്നിക്ക് വളരെ നല്ലതായിരിക്കും, ഫലവത്തായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകളുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്